കുഞ്ഞാളാകെ അങ്ങ് മാറിപ്പോയല്ലോ. മദ്രാസിൽ സ്ഥിരതാമസമാക്കി കഴിഞ്ഞാൽ സിനിമാ നടന്മാരെ പോലെ ആവുമെന്ന് പറയുന്നത് ശരിയാണല്ലോ. അത് പോട്ടെ, യാത്രയൊക്കെ സുഖമായിരുന്നു മോനെ. നമ്മുടെ സ്റ്റേറ്റിൽ എത്തുന്നത് വരെ ജേണി ഓക്കെ ആയിരുന്നു. ബോർഡർ കഴിഞ്ഞ് കേരളത്തിലോട്ട് കയറി, ഓ ഇറ്റ് ഈസ് ഹൊറിബിൾ. റോഡുകളാണോ തോടുകളാണോ? ഓ മതി മതി, കുശലാന്വേഷണമൊക്കെ പിന്നെ മതി. വാ, യാത്ര ചെയ്ത് ക്ഷീണിച്ചു വന്നല്ലേ, വന്നു വല്ലതും കഴിക്കേ. വാ. എന്നെ വിളിച്ചു പറഞ്ഞു. എന്താ കാര്യം അച്ഛമാവാ? പറയാം, മോളിരിക്ക്. വേണ്ട, ഞാൻ ഇവിടെ നിന്നോളാം. അന്തസ്സുള്ള തറവാട്ടിൽ പിറന്ന കുട്ടികൾക്ക് അമ്മാവന്മാരോട് ഇത്രയും സ്നേഹവും വിനയവും കാണും അല്ലേ പരമേശ്വര? സംശയം എന്താ? വിളിച്ച കാര്യം പറഞ്ഞില്ല. അതാ പറഞ്ഞോണ്ട് വരുന്നത്. ഞങ്ങള് മോളുടെ ആരാ? അമ്മാവന്മാര് ആണല്ലോ. ഇന്നത്തെ ചുറ്റുപാടിൽ മോളെ നല്ല നിലയിൽ വിവാഹം കഴിച്ചയക്കേണ്ട ഉത്തരവാദിത്വം ആർക്കാ? ഞങ്ങൾക്ക്. സത്യം പറഞ്ഞ കല്യാണം കഴിഞ്ഞ് മോൾ ഈ തറവാട്ടിൽ നിന്ന് പോകേണ്ടി വരുമല്ലോ എന്ന് ഓർത്തിട്ടാ പല നല്ല കല്യാണക്കാരെങ്കിലും വന്നിട്ട് ഞങ്ങൾ വേണ്ടെന്ന് വെച്ചത്. ഒടുവിൽ ഒരുപാട് ആലോചനകൾക്ക് ശേഷം ഞങ്ങളെല്ലാം ചേർന്ന് ഒരു പോംവഴി കണ്ടെത്തി. ഗോപിയെ കൊണ്ട് മോളെ വിവാഹം കഴിപ്പിക്കുക. പിന്നെ കുഞ്ഞിനാളിലെ ഇവന്റെ മനസ്സിൽ മോളായിരുന്നെന്ന ഇവൻ പറയുന്നത്. രോഗി ഇച്ഛിച്ചതും വൈദ്യൻ കൽപ്പിച്ചതും. മോളുടെ സമ്മതം മാത്രമാണ് ഞങ്ങൾക്ക് അറിയേണ്ടത്. ഞങ്ങളുടെ തീരുമാനം അടിച്ചേൽപ്പിക്കാമെന്ന് കരുതരുത്. അമ്മാമാരോട് മോൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഈ വിവാഹത്തിന് സമ്മതിക്കണം. ഒച്ച വയ്ക്കണ്ട. ഒരു വിവരം പറയാനാ ഞാൻ വന്നത്. എന്നോടുള്ള വാശി തീർക്കാനാണോ ഗോപിയായിട്ടുള്ള വിവാഹത്തിന് സമ്മതിച്ചത്? ഞാൻ എന്തിനു നിങ്ങളോട് വാശി തീർക്കണം? നിങ്ങൾ എന്റെ ആരാ? കാര്യങ്ങളുടെ സത്യാവസ്ഥയെ കുറിച്ചറിയാൻ ഒരിക്കൽ പോലും വിനീത ശ്രമിച്ചിട്ടില്ല. ഈ അപമാനമൊക്കെ സഹിക്കേണ്ടി വന്നിട്ടും ഞാനിവിടെ കഴിയുന്ന എന്തിനാണെന്ന് അറിയാമോ? വിനീതയുടെ ജീവന് പോലും ഭീഷണിയുണ്ടെന്ന് മനസ്സിലാക്കിയിട്ട് ഒരു വിവാഹമല്ല ഇവിടെ നടക്കാൻ പോകുന്നത്. പരസ്പര ധാരണ അനുസരിച്ചുള്ള ഒരു സ്വത്ത് വീതം വയ്ക്കല്. ഒരുപക്ഷെ ഈ വിവാഹത്തിന് താൻ സമ്മതിച്ചില്ലായിരുന്നെങ്കിൽ ഒരു കൊലപാതകമാണെന്ന് മറ്റുള്ളവർ അറിയാത്ത രീതിയിൽ തന്നെ കൊല ചെയ്യാനുള്ള പരിപാടി വരെ അമ്മാവന്മാർ ആസൂത്രണം ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു തരത്തിലുള്ള സ്ലോ പോയ്സണിങ്. ഇതൊന്നും പോരെങ്കിൽ ഗോപികൃഷ്ണന് മദ്രാസിൽ വേറൊരു ഭാര്യയും കുട്ടിയുണ്ടെന്നുള്ള വിവരം തനിക്കറിയുമോ? ഞാൻ എങ്ങനെ അറിഞ്ഞു എന്നായിരിക്കും. ഈ തറവാട്ടിനോട് കൂടുതലുള്ളവർ ഇപ്പോഴും ഇവിടെ കഴിയുന്നുണ്ട്. അവകാശികളായിട്ടല്ല, ആശ്രിതരായിട്ട്. കൊള്ളാം, ധാരാളം ഹോംവർക്ക് നടത്തിയിരിക്കുന്നു. ഇത്തവണ എന്റെ സ്വത്തായിരിക്കും മനസ്സിൽ കണ്ടിട്ടുണ്ടാവുക. ഇതിനെങ്ങനെയാ അനന്തുവിനോട് നന്ദി പറയണ്ടെന്ന് എനിക്കറിയില്ല. അച്ഛമാവാ, ഒന്നിങ്ങോട്ട് വരാമോ? പേടിക്കണ്ട, ഗോപിയുമായുള്ള എന്റെ വിവാഹം നടക്കില്ല എന്നുള്ള കാര്യം ഞാൻ എല്ലാവരോടും പറയാൻ പോവാ. വരൂ. എന്താ മോളെ? എനിക്കിപ്പൊ സത്യം അറിയണം. മോള് കാര്യം എന്താണെന്ന് പറ. എന്റെ സ്വത്ത് വീതം വെച്ചെടുക്കാൻ വേണ്ടിയാണോ എന്നോട് ഗോപിയുടെ വിവാഹം കഴിക്കാൻ പറഞ്ഞത്? എന്താ മോളെ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? ആണോ എന്നാണ് ചോദിച്ചത്. അല്ല, ഒരിക്കലും അല്ല. ഗോപിയുടെ മദ്രാസിൽ വേറെ ഭാര്യയും കുട്ടികളും ഉണ്ടോ? ആരാ മോളോട് നുണകളൊക്കെ പറഞ്ഞു പിടിപ്പിച്ചത്? കഷ്ടം, ഈ ശങ്കരൻകുട്ടി എന്നെ പേടിപ്പിച്ചു കളഞ്ഞു. എന്തെല്ലാമാണെന്ന് എന്നോട് പറഞ്ഞത്. സ്വത്തിന് വേണ്ടിയായി വിവാഹം നടത്തുന്നത്. ഗോപിയുടെ വിവാഹം നേരത്തെ കഴിഞ്ഞതാ. ഞാൻ ഈ കല്യാണത്തിന് സമ്മതിച്ചില്ലെങ്കിൽ നിങ്ങൾ എല്ലാവരും എന്ത് ചെയ്യുന്ന പറഞ്ഞത്? സ്ലോ പോയ്സണിങ്. ദിവസേന ആഹാരത്തിൽ കുറേശ്ശെ വിഷം തന്ന് എന്നെ ഇഞ്ചിഞ്ചായി കൊല്ലുവത്ര. എന്തൊരു ദുഷ്ടനാണെന്ന് നോക്കിയേ. ഇങ്ങനെയൊക്കെ ചിന്തിക്കാമോ? ഇപ്പൊ മനസ്സിലായല്ലോ, ഇതെല്ലാം ശങ്കരൻകുട്ടിയുടെ വെറും തെറ്റിദ്ധാരണയാണ്. അവസാനമായി പറയുക, ആരെതിർത്താലും ശരി, ഞാൻ ജീവിച്ചിരിക്കുമെങ്കിൽ കൃത്യ മുഹൂർത്തത്തിൽ തന്നെ ഞാനും ഗോപിയേട്ടനുമായുള്ള വിവാഹം നടന്നിരിക്കും. നീ പോവാൻ വരട്ടെ. പെണ്ണുങ്ങളെല്ലാത്തേക്ക് പോയെ. എന്താ നിന്റെ ഉദ്ദേശം? മിടുക്കൻ. നീ വിനീതയോട് പറഞ്ഞു കൊടുത്തതെല്ലാം സത്യം തന്നെയാ. വിവരങ്ങളൊക്കെ ശേഖരിക്കാൻ ഒരുപാട് ബുദ്ധിമുട്ടിക്കാണും അല്ലേ? മുല്ലയ്ക്കൽ തറവാട്ടുകാരെ കുറിച്ച് കൂടുതലൊന്നും പറയേണ്ട കാര്യമില്ലല്ലോ, പ്രത്യേകിച്ച് ഞങ്ങൾ മൂന്നുപേരെയും കുറിച്ച്. കൊല്ലും കൊലയും നടത്താൻ ഒരു മടിയുമില്ലാത്തവരാ ഞങ്ങള്. നിന്നെ ഇനിയും ജീവനോടെ വെച്ചോണ്ടിരിക്കുന്ന പ്രശ്നമില്ലടാ. വരട്ടെ പരമേശ്വര, ഒരു ചാൻസ് കൂടി ഇവന് കൊടുക്കാം. ഈ നിമിഷം ഈ തറവാട് വിട്ട്, അല്ല ഈ നാട് തന്നെ വിട്ടു പോയിക്കൊള്ളണം. ഇനി നിന്നെ ഇവിടെ എങ്ങാനും കണ്ടാൽ കേശവൻ കുട്ടിക്ക് കൊല്ലാൻ ഒരു പാപ്പാൻ കൂടി ഉണ്ടാവും. പോകോ, പോകാൻ.
കാര്യങ്ങൾ നേരെയാക്കാൻ പരമാവധി ശ്രമിച്ചു. കഴിഞ്ഞില്ല. എല്ലാവരുടെയും മനസ്സിൽ എന്നെന്നും കുറ്റക്കാരനായി കഴിയാനാവും വിധി. വരട്ടെടാ. നെല്ല് താലപ്പൊലിയും പഞ്ചവാദ്യവും ഒക്കെ വെച്ച് ഗംഭീരമായ ഒരു യാത്രയപ്പ് സൽക്കാരം നിനക്ക് നടത്തണമെന്ന് എനിക്കുണ്ടായിരുന്നു. അതൊക്കെ ഇനി പിന്നെയാവാം. എന്തായാലും എനിക്ക് സന്തോഷമായടാ. ഒരു തെരുവ് പട്ടിയെ പോലെയല്ലേ നിന്നെ അവർ ഇവിടുന്ന് പടിയിറക്കി വിട്ടത്. ആ സീൻ നേരിട്ട് കാണാൻ പറ്റിയില്ലല്ലോ എന്നൊരു വിഷമം മാത്രമേ എനിക്കിപ്പോ ഉള്ളൂ. എടാ, പൊട്ടനെ ചെട്ടി ചതിച്ചാൽ ചെട്ടിയെ ദൈവം ചതിക്കുന്നൊരു ചൊല്ലുണ്ട്, ഓർത്തോ? ഇനി മുതൽ ഞാൻ ഇവിടുത്തെ കിങ് ആടാ, കിങ്. ഇങ്ങനെയെങ്കിലും നിന്നെ സന്തോഷിപ്പിക്കാൻ എനിക്ക് കഴിഞ്ഞല്ല. നന്ദിയുണ്ട് എല്ലാ സഹായത്തിനും. ജീവിതത്തിൽ ഒരിക്കലും ഇനി നമ്മൾ തമ്മിൽ കണ്ടുമുട്ടിയെന്ന് വരില്ല. ഒന്ന് മാത്രം ഞാൻ പറയാം, ശങ്കരൻകുട്ടി എന്ന നല്ല സുഹൃത്ത് എന്റെ മനസ്സിൽ എന്നും ഉണ്ടാവും. ഓ, പുതിയ നമ്പർ അല്ലേ? ഇടത്താനെ വലത്താനെ, ഇനി മുതൽ ഒന്നാം പപ്പ ഞാനാണ്. എന്നിട്ട് 2 ദിവസത്തിനുള്ളിൽ ഡിസ്ചാർജ് ചെയ്തേക്കും. ബെഡ് റെസ്റ്റ് വേണോന്നാ പറഞ്ഞത്. അത് വീട്ടിലെ ആകാമല്ലോ. അപ്പൊ നീ കല്യാണത്തിനില്ലെന്നാണോ? വരണോന്ന് ആഗ്രഹമില്ലഞ്ഞിട്ടാ? സാരല്ലടി, കല്യാണത്തിന് ശേഷമുള്ള നിന്റെ ആദ്യത്തെ വിരുന്ന് എന്റെ വകയാ. ആ, അതൊക്കെ പോട്ടെ. അനന്തപത്മനാഭ സാറിന്റെ അവസ്ഥ എന്തായി? ആ, പിന്നെ ഒന്നും അന്വേഷിച്ചില്ല. അമ്മമാര് വേണ്ട രീതിയിൽ അവിടെ പുള്ളിക്കാരനെ കൈകാര്യം ചെയ്യുന്നുണ്ടാവും. കയ്യും കാലും ഒടിക്കലിൽ കുറഞ്ഞ് ഒരു നടപടിയും വല്യമോനില്ല. നമസ്കാരം ഡോക്ടർ. നമസ്കാരം. അതെ, ഒന്ന് നിൽക്കൂ. വിനീത എന്നല്ലേ പേര്? അതെ. എന്നെ മനസ്സിലായിട്ടില്ലെന്നറിയാം. അനന്തുവിന്റെ അമ്മാവന. പക്ഷേ കുട്ടിയെ എനിക്കങ്ങനെ മറക്കാനാവില്ലല്ലോ. അനന്തുവിന്റെ വിവാഹ തലേന്ന് അവനെ തെരഞ്ഞ് വീട്ടിൽ വന്നിരുന്ന ഓർമ്മയില്ലേ? ആ വരവിൽ എന്തെല്ലാമാണെന്നോ തകർന്ന് തരിപ്പണമായത്. നിങ്ങൾക്ക് നിങ്ങളുടെ മകളുടെ ജീവിതം വലുതായിരിക്കാം, പക്ഷേ അയാൾ എന്നെ ചതിക്കാണെന്ന് മനസ്സിലാക്കാൻ ഞാൻ വൈകിപ്പോയി. ഇല്ല, എല്ലാം കുട്ടിയുടെ തെറ്റിദ്ധാരണ. അവരാരെയും ചതിച്ചിട്ടില്ല. ബാധ്യതയുടെയും കടപ്പാടുകളുടെയും മുന്നിൽ അനന്തു ഒന്ന് തോറ്റുകൊടുത്തതേ ഉള്ളൂ. കുട്ടിയെ വിവാഹം കഴിക്കുന്ന കാര്യത്തെക്കുറിച്ച് സംസാരിക്കാൻ വേണ്ടി തന്നെയാ അനന്തു നാട്ടിലേക്ക് വന്നത്. അവൻ വീട്ടിലേക്ക് വന്ന ദിവസം എന്റെ മകളുടെ വിവാഹത്തിന്റെ നിശ്ചയ ചടങ്ങുകൾ നടക്കുകയായിരുന്നു.